الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, പുണ്യത്തിരെ വസന്തകാലം, പുണ്യത്തിരെ പൂക്കാലോട്ട് ചൊല്ലറെ മുബാറക്കായിട്ടിക്കരെ ബർക്കത്താക്കപ്പെട്ട റമദാൻ മാസത്തിലൂടെ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റമദാൻ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്തത് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടിയായിട്ടിക്കര്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിട്ടിക്കര് എന്ന ചിന്ത ഓരോരുത്തരിലും ഉണ്ടാകണം. നക്ക് വേണ്ടിയായിട്ടിക്കര് ഈ റമദാൻ മാസം, നൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിട്ടിക്കര്, നക്ക് നാളെ സ്വർഗത്തിൽ കിടക്കുന്നതിന് വേണ്ടിയായിട്ടിക്കര്, നാളെ നരകത്തിൽ നിന്നിട്ട് മോചനം കിട്ടുന്നതിന് വേണ്ടിയായിട്ടിക്കര് എന്ന ഒരു ചിന്തയായിട്ടിക്കണം നമുക്കുണ്ടാകേണ്ടത്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ കേൾക്കരു: അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമസ് സ്വാബിരീൻ. സൂറത്തു ആലി ഇംറാൻ അല്ലാഹു തആല കേൾക്കരു ചോദ്യരൂപത്തിൽ: അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങോ വെറുതെ അങ്ങ് സ്വർഗത്തിൽ കടന്നു കളയാൻ വേണ്ടിട്ട് നിങ്ങൾ വിചാരിക്കാറാ? ഒരു ആയാസവുമില്ലാണ്ട് നിരായാസമായിട്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് നിങ്ങൾ വിചാരിക്കാറാ? അല്ലാഹു തആല കേൾക്കരു: അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമസ് സ്വാബിരീൻ. നിങ്ങളുടെ ഇടയിൽ നിന്നിട്ട് ത്യാഗപരിശ്രമങ്ങൾ ചെയ്യര ആളുകൾ, അതേപോലെ തന്നെ സഹനെ താഴ്മ കൈക്കൊള്ളര ആളുകളെ തിരിച്ചറിയാതെ നിങ്ങോ സ്വർഗത്തിൽ കടന്നു കളയാം എന്ന് നിങ്ങൾ വിചാരിക്കാറാണ്ട് അല്ലാഹു തആല കേൾക്കരു. ഒരുപാട് ത്യാഗപരിശ്രമങ്ങൾ ആവശ്യമാണ് അവൻ്റെ സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ. ഒരുപാട് സഹനെ താഴ്മ ആവശ്യമാണ്. അതാണ് അല്ലാഹു തആല വലമ്മ യഅലമില്ലാഹു അല്ലദീന ജാഹദു, ജിഹാദ് ഇട്ട് ചെന്നെങ്കിൽ അത് ഹോറാട്ട, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഹോറാട്ട മാത്രമല്ല, പരിശുദ്ധ യുദ്ധം, ഹോളി വാർ മാത്രമല്ല, അതിലൊരു ഭാഗമാണ്. ജിഹാദിന്റെ ഒരു ഭാഗമാണ് ഖിത്താൽ എന്ന് ചൊല്ലുന്നത്. എല്ലാ ത്യാഗ പരിശ്രമങ്ങളും അതിൽ വേണ്ട അല്ലാഹുവിന്റെ ദീനിക്ക് വേണ്ടി. അപ്പൊ ആ ത്യാഗപരിശ്രമങ്ങളും അതേപോലെ തന്നെ സബൂറും, ഇത് രണ്ടും അല്ലാഹു തആല പരീക്ഷിക്കാതെ നിങ്ങൾക്കങ്ങ് ഒരു ആയാസവും ഇല്ലാണ്ട് സ്വർഗത്തിൽ കടന്നു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നോണ്ട് അല്ലാഹു തആല കേൾക്കരുത്. അപ്പൊ ഇത് രണ്ടും ഇവിടെ അല്ലാഹു തആല ചൊന്ന ഈ സ്വർഗത്തിലേക്ക് കടക്കുന്നത് ആവശ്യമായ രണ്ട് ഗുണങ്ങൾ, ഈ രണ്ട് ഗുണങ്ങളും ഏറെ പരീക്ഷിക്കപ്പെടുന്ന ഒരു മാസമായിട്ടിക്കര് ഏത് ഈ റമദാൻ മാസം ഒക്കെ ചൊല്ലുന്നത്. ചെമ്മ ത്യാഗപരിശ്രമം ആവശ്യമാണ്. അതാണ് പകലന്തിയോളം നാം നോമ്പ് പിടിച്ചിട്ട് രാത്രിയിലുള്ള ആ നിസ്കാരം, പിന്നീട് പാതിരാത്രിയിൽ എണിച്ച് അത്താളമെല്ലാം കളിച്ച് ആ സമയത്തുള്ള ഇസ്തിഗ്ഫാർ, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായിട്ടിക്കര മാസത്തിൽ പുണ്യങ്ങൾ വാരിക്കൂട്ടണു നമുക്ക് തൻ്റെതായിട്ടിക്കര ഒരവസരമാണ്. പിന്നീട് അല്ലാഹു തആല ചെന്നത് സബൂറായിട്ടിക്കർ. നോക്കൊരു സബൂറിൻ്റെ ആ മഹത്വം, അധിക നാളെ കിട്ടുന്ന പ്രതിഫലം എത്രമാത്രമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നോക്കിയാൽ അത് കാണാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യരുതായിട്ടിക്കര സൽക്കർമ്മം, ആ സൽക്കാര്യം, അത് ചില സൽക്കർമ്മങ്ങൾക്ക് കയ്യും കണക്കുമില്ലാണ്ട് അതിരുകളില്ലാത്ത പ്രതിഫലങ്ങൾ അല്ലാഹു തആല കൊടുക്കും. ചില പ്രവർത്തനങ്ങൾ, ചില അമലുകളുണ്ട്, അല്ലാഹു തആല അതൊക്കെ കയ്യും കണക്കുമില്ല. അതിൽപ്പെട്ട ഒന്നായിട്ടിക്കർ നമ്മൾ പിടിക്കുന്ന നോമ്പ്. ആ നോമ്പ് അല്ലാഹു തആല അതിരുകളില്ലാത്ത പ്രതിഫലം തണ്ട്. പിന്നൊന്ന് സബൂറായിട്ടിക്കർ, സബൂറാൻ, അത് ഖുർആനിൽ തന്നെ അല്ലാഹു തആല ചെന്ന കാര്യമായിട്ടിക്കർ. ഇന്നമാ യുവഫ്ഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമയുള്ള സഹനയുള്ളവർക്ക് അല്ലാഹു തആല അതിന്റെ പ്രതിഫലം കൊടുക്കരുത് കയ്യും കണക്കുമില്ലാതെയായിട്ടിക്കറുണ്ട് അല്ലാഹു തആല ചൊല്ലുന്നു. ആ സബർ നല്ലോണം ആവശ്യമുള്ള സന്ദർഭമാണിത്. ആ സബറെങ്കാലം ഇല്ല എങ്കിൽ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്ന നോമ്പായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നോമ്പിനെ നഷ്ടപ്പെടുത്തുന്ന ഏതെങ്കിലും പ്രവർത്തനം ആരിൽ നിന്നെങ്കിലും ഉണ്ടായാൽ, ഇനി ഒരാൾ പിണങ്ങുണക്ക് കൂടി വന്നാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ശബ്ദമുണ്ടാക്കിയാൽ, അപ്പൊ നിങ്ങൾ ചൊല്ലേണ്ടത് നക്ക് നോമ്പുണ്ടോ, എന്നീ സ്വായിമുൻ, ഞാൻ നോമ്പ് പിടിച്ചവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വേഗം അവിടെ നിന്ന് മാറി നിൽക്കണം. അല്ല എങ്കിൽ നിങ്ങൾ അതിനെ പ്രതികരിക്കൊണ്ടു പോയെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടം അവിടെ നോമ്പായിരിക്കും. അപ്പം
അപ്പൊ അതുകൊണ്ട് വളരെയേറെ സബൂർ സഹന താഴ്മ ആവശ്യമുള്ള മാസമായിട്ടിക്കര്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ റമളാന്റെ സബൂറിന്റെ മാസം കൊണ്ട് ചൊന്നത്. അതേപോലെ തന്നെ ഈ മാസം കൊണ്ട് ചൊന്നെങ്കിൽ ഇത് ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. തൗബ ഇസ്തിഗ്ഫാർ ധാരാളമായിട്ട് അള്ളാഹുടെ പൊറുക്കലിനെ തേടേണ്ടതായിട്ടിക്കര മാസമായിട്ടിക്കര ഈ റമളാൻ ചൊല്ലുന്നത്. അതും അള്ളാഹു ധാരാളം അവസരം തണ്ട്. ഉദാഹരണമായി അത്താളത്തിലേക്ക് നാം എണിക്കുന്നു, അത്താളം കളിക്കുന്നു. കാരണം അത് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് സുന്നത്താക്കിയ കാര്യമാണ്. അത് ഈ സമുദായത്തിന് ഒരു സവിശേഷതയാണ് അത്താളം കൊണ്ട് ചൊല്ലുന്നത്. അതൊരിക്കലും നിങ്ങൾ വിട്ടുപോകരുത് അള്ളാഹുവിന്റെ റസൂൽ നമ്മളൊട്ട് ചൊന്തു എന്ന് മാത്രമല്ല, അത് ഈ ഉമ്മത്തിന്റെ സവിശേഷത. ഫസ്ലുമാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബ് അകലത്തുസ് സുഹൂർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ നോമ്പിനെ, അതേപോലെ തന്നെ മുമ്പ് കഴിഞ്ഞു പോയതായിട്ട് അഹ്ലുൽ കിതാബ് ജൂത ക്രിസ്ത്യാനികളുടെ നോമ്പിനിടയിലുള്ള അന്തരം കൊണ്ട് ചൊല്ലരുത്, ആ വ്യത്യാസം കൊണ്ട് ചൊല്ലരുത് അത്താളം കളിക്കലാണ്. അതിൽ ബർക്കത്തുണ്ട്. എന്താണ് അതിനുള്ള ബർക്കത്ത്? ഒന്നിത് തന്നെയാണ്. അത്താളത്തിന്റെ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാസന്മാരോട് ഇങ്ങനെ കേട്ടോണ്ടിക്കര്. അങ്ങനെയുള്ളാറ് തന്നിട്ട് കേൾക്കിറങ്ങോ, ആറുള്ളാറ് തന്നിട്ട് പ്രാർത്ഥിക്കിറങ്ങോ, ആറുള്ളാറ് തന്നിട്ട് പൊറുക്കലിനെ തേടിറങ്ങോ. ഞങ്ങളെ പൊറുക്കലിനെ തേടുന്നതിരെ ഞാൻ സ്വീകരിക്കരെ, ഞങ്ങളെ ദ്വാരം ഞാൻ സ്വീകരിക്കരെ, ഞങ്ങളുടെ പാപങ്ങൾ ഞാൻ മന്നിക്കരെ, പുറത്തു കൊടുക്കരെ എന്ന് ചൊല്ലരുതായിട്ടിക്കരെ സന്ദർഭമാണ് താള സമയമുണ്ട് ചൊന്നെങ്കിൽ ആ സമയത്തുള്ള പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കരുത്. നിങ്ങൾക്ക് പിടിക്കും. അതായത് മഹാനായ യഅ്ഖൂബ് നബി അലൈഹിസ്സലാം, എത്രയോ പ്രവാചകന്മാരുടെ പിതാവുണ്ട് അറിയപ്പെടരെ മഹാനായ യഅ്ഖൂബ് നബി അലൈഹിസ്സലാം, തൻ്റെ മോൻ ആ യൂസുഫ് നഷ്ടപ്പെടുത്തിയത് ആരാണ്? ആ യൂസുഫിനെ തൻ്റെ സഹോദരങ്ങൾ കൊല്ലുണക്ക് വേണ്ടി കാട്ടിലേക്ക് കൊണ്ടുപോയതും ആ സംഭവങ്ങളൊക്കെ പരിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ അവസാനം അങ്ങക്ക് കണ്ടുമുട്ടുകൊണ്ടുള്ള അവസരമുണ്ടാകുന്നു. ആ സന്ദർഭത്തിൽ സഹോദരങ്ങൾക്ക് മനസ്താപം പണ്ട്, അങ്ങക്ക് ബേജാറാവറു കുറ്റബോധം പണ്ട്. അപ്പോൾ അങ്ങോ അബ്ബാരായിട്ട് ചൊല്ലൊരു പഴക്കമുണ്ട്. അബ്ബാ യാബാൻ അസ്തഗ്ഫിർ ലനാ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവോട് പൊറുക്കലിനെ തരുന്ന അബ്ബാ അള്ളാഹുവിനെ ടാൻട്ട്. അപ്പോൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ചൊല്ലുന്നത് അതും ഖുർആനിൽ കാണാം. സൗഫ അസ്തഗ്ഫിറു ലക്കും, ഞാൻ നിങ്ങൾക്ക് പിന്നെ ഇസ്തിഗ്ഫാർ നടത്താം, പിന്നെ പൊറുക്കലിനെ തേടാണ്ട് ചൊല്ലുற ഒരു പളക്ക കാണാം. എന്തൊക്കെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അങ്ങനെ ചൊല്ലുന്നത്? അതേ അത്താള സമയത്തുക അതിനെ നീട്ടിവെച്ചു എന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഇമാം ബൈളാവിയെ പോലത്തെ മുഫസ്സിറുകൾ അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അത്താള സമയത്ത് അള്ളാഹുവോട് പൊറുക്കലിനെ തേടാൻ വേണ്ടി തന്റെ മക്കൾക്ക് വേണ്ടി. കാരണം ആ സമയത്ത് അള്ളാഹുടെ പൊറുക്കലിനെ തേടിയാൽ അള്ളാഹു താല അത് സ്വീകരിക്കാണ്ടിരിക്കല, അള്ളാഹു തീർച്ചയായും സ്വീകരിക്കും. അതിനു വേണ്ടിയായിട്ടിക്കര അയാൾ അങ്ങനെ ചൊന്നത്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ധാരാളമായി അള്ളാഹുവോട് പൊറുക്കലിനെ തേടിയും കൊണ്ട് നമ്മുടെ പാപക്കറകളെല്ലാം കഴുകി വിശുദ്ധമായ മനസ്സോടെ റബ്ബു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടി അങ്ങനെ നാളെ സ്വർഗപ്പൂങ്കാവനത്തിൽ ശാശ്വതമായ നിലയ്ക്ക് അതേ നോമ്പ് നോറ്റാങ്ങോ റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് അല്ലാഹു റസൂൽ പടിപാട്ടിയ ആ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. Share this video and earn great rewards from Allah. May this Ramadan bring you endless blessings and mercy.